നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതെന്തായാലും നന്നായി. നിങ്ങളുടെ അമ്മ വലിയ കുഴപ്പക്കാരിയാണല്ലോ. ക്രിമിനൽസ് അല്ലേ? ജയിലിലെ സ്റ്റാഫിനെ പോലെ വിവരവും വിവേകമൊന്നും കാണിക്കില്ലല്ലോ. അവരൊരുമിച്ച് സുശീലയെ തല്ലി. ജനറൽ ഹോസ്പിറ്റലിലെ പ്രത്യേക സെല്ലായിരിക്കും അഡ്മിറ്റ് ചെയ്യുന്നത്. ആരെങ്കിലും വന്നാ കാണിക്കാം. എന്താടോ ഇത്ര വലിയൊരു ആലോചന? ഒന്നുമില്ല വിനയ. അയ്യോ, എന്താ ഈ വഴി? ഹോസ്പിറ്റലിൽ പോയില്ലേ? പോകുന്ന വഴിയാ. ആ, അതിനിടയില് നീ ഇവിടെ ഉണ്ടെങ്കിലൊന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അല്ല, കച്ചവടമൊക്കെ എങ്ങനെ പോന്നു? ആ, കുഴപ്പമില്ല. കടയിലൊരു സ്റ്റാഫ് ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകും. പിന്നെ എപ്പോഴും എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റാറില്ല. വീട്ടിലെപ്പോഴും പ്രശ്നങ്ങളാണല്ലോ. പ്രശ്നങ്ങളില്ലാത്തവരായിട്ട് ആരാടാ ഉള്ളത്? ഞാനിപ്പോ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്തായാലും നിനക്കില്ലല്ലോ. അല്ല, വിനയനെന്താ പുതിയ പ്രതിസന്ധി? ഹീരോന്റെ ഡെലിവറി കഴിഞ്ഞില്ലേ? നീ ആഗ്രഹിച്ച പോലെ ഒരു മകനും ജനിച്ചു. അതുവരെ കാര്യങ്ങളൊക്കെ. സത്യൻ 1 ലക്ഷം രൂപ തന്നതുകൊണ്ട് സീരുവിന്റെ സിസേറിയന് ഹോസ്പിറ്റലിൽ കാശ് കെട്ടാൻ പറ്റി. അഭിമാനം കാത്തു രക്ഷിക്കാനും പറ്റി. ഇപ്പോ സീരുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ടേന്ദ്ര. ആ ബില്ല് കൂടി ഞാൻ അടച്ചില്ലെങ്കിൽ സിസേറിയന് 1 ലക്ഷം രൂപ കൊടുത്തത് വെറുതെ ആവും. അവസാനം ആര് ബില്ലടക്കുന്നോ അവർക്കല്ലേ ക്രെഡിറ്റ്. ആ ക്രെഡിറ്റ് മിക്കവാറും രഘുവേട്ടന് അടിച്ചു മാറ്റാനാണ് സാധ്യത. അല്ല, 1 ലക്ഷം രൂപ അടച്ച സ്ഥിതിക്ക് ഇനി അധികം ബില്ലൊന്നും വരില്ലല്ലോ. ആ പൈസയോടെ വിനയൻ അടയ്ക്കാന്ന് പറയണം. ആഗ്രഹമുണ്ട് ഇന്ദ്ര, പക്ഷെ കയ്യിൽ കാശ് വേണ്ടേ? നീ എനിക്കൊരു 50,000 രൂപ കടം തരും. ഞാൻ ചെയ്ത സഹായത്തിന് പ്രതിഫലമായിട്ട് ചോദിക്കുന്നതല്ല. അതിന് ഞാൻ സത്യന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 1 ലക്ഷം രൂപ തന്നെ കൂടുതലാണ്. ഇത് ഞാൻ കടമായിട്ട് ചോദിക്കുന്നതേ ഉള്ളൂ. എത്രയും വേഗം ഞാൻ തിരിച്ചു തന്നോളാം. 50,000 രൂപ ഞാൻ തരാൻ വിനയ. നീ അതെനിക്ക് തിരിച്ചു തരുമൊന്നും വേണ്ട. സത്യം തന്ന 1 ലക്ഷവും ഈ 50,000 ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് തരുന്നതായിട്ട് കൂട്ടിയാൽ മതി. നീ ചെയ്ത വർക്കിന്റെ വിലയല്ല വിനയ, ആ സമയത്തിന്റെ വിലയാ. അനുവിനെ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ് നിന്റെ ലാപ്ടോപ്പായിട്ട് സത്യനും ശ്യാമും അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ നമ്മുടെ അനുവിന് ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നില്ലേ? അതിൽ നിന്ന് അവളെ രക്ഷിച്ച നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല വിനയ. എല്ലാവരും നിയോഗം എന്നല്ലാതെ എന്താ പറയാ. എനിക്കന്ന് ഇന്ദ്രനെ സഹായിക്കാൻ പറ്റിയതുകൊണ്ട് ഇന്നെനിക്ക് നീയൊരു സഹായമായി മാറി. 50,000 ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാം. അതുപോലെ താങ്ക്സ് ഡാ. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്താ പറയാ, ഞാൻ പോട്ടെ. ശരി. ഇന്ദ്ര, എന്താ വിനയ? നിന്റെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? എനിക്ക് ആദ്യം കണ്ടപ്പോ അങ്ങനെ തോന്നി, അതുകൊണ്ട് ചോദിച്ചതാ. അത് വിനയ, എന്താണെങ്കിലും എന്നോട് പറയന്ദ്ര. ഞാനത് വേറെ ആരോടും ഷെയർ ചെയ്യില്ല. വേറൊന്നുമല്ല വിനയ, അമ്മ ഹോസ്പിറ്റലിലാ. ഹോസ്പിറ്റലിലോ? എന്തു പറ്റി? ജയിലിൽ കിടക്കേണ്ടി വന്ന വിഷമത്തില് ആന്റി വല്ല കടുങ്കയും? ഏയ്, അതൊന്നുമല്ല. സഹതടവുകാരുമായിട്ട് വഴക്കുണ്ടാക്കുന്ന ജയിലിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഓ, പുതുതായി ചെല്ലുന്നവര് പഴയ തടവുകാരെ തൊഴുതു നിൽക്കണം. അത് ചിലർക്ക് പറ്റില്ല. ആന്റി ഉടക്കി കാണും. നല്ല ഇടികിട്ടി കാണണമല്ലോ ഇന്ദ്ര. ഒന്നും അറിയില്ല. ഒരു തടവുകാരി കൂടെ ഹോസ്പിറ്റലിൽ ഉണ്ടെന്നാ പറഞ്ഞത്. അത് ഈ ജയിലധികാരികളുടെ ഒരു സൂത്ര. തടവുകാര് തമ്മിത്തല്ലിയാന്ന് വരുത്തിക്കാനേ. ഇതിപ്പോ അടിമുഴുവൻ കിട്ടിയത് സുശീല ആന്റിക്ക് ആയിരിക്കാനാണ് സാധ്യത. ഒന്ന് പോയി കാണ്. എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു കൊടുക്കണേ. എത്ര
പക്ഷേ അമ്മ ചെയ്തൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെയാ വിനയ? എടാ, സുശീല ആന്റി ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കോടതി കൊടുക്കട്ടെ. ഇത് അതല്ലല്ലോ. ആന്റിയേക്കാൾ വലിയ തെറ്റ് ചെയ്തവരായിരിക്കും അവിടെ കിടക്കുന്നുണ്ടാവുക. അവർക്ക് ആന്റിയെ ശിക്ഷിക്കാൻ എന്താ അധികാരം? കുറച്ചു കാലം ജയിലിൽ കിടന്നുകൊണ്ട് എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാനില്ല. എടാ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വേറെ ആരും അറിയാതെയാണെങ്കിലും നീ നിന്റെ അമ്മയെ പോയി ഒന്ന് കാണും. അത് അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ടൊരു തീരുമാനം എടുക്കാം. ശരി, നീ ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കും. ഓക്കെ, ഞാൻ ഇറങ്ങാം. ഒന്നേ ആ എന്താ കാര്യം? സാർ, ജയിലിൽ നിന്ന് വിളിച്ചിരുന്നു. അമ്മയോട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കാണാൻ വേണ്ടി വന്നതാ. ആണോ? എന്താ അമ്മയുടെ പേര് പറഞ്ഞേ? സുശീല. ഓക്കെ, ഒരു മിനിറ്റേ. സാർ, എന്താ? പ്രതിയെ കാണാൻ പ്രതിയുടെ മകൻ വന്ന് പുറത്തു നിൽപ്പുണ്ട്. സുശീലയെ കാണാനാണോ? അതെ. ആ, ഇപ്പൊ കാണിക്കാൻ പറ്റുമെന്ന് സൂപ്രണ്ട് സാറിനോടൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. ശരി, വെയിറ്റ് ചെയ്യാൻ പറയാം. ഇഞ്ച ചതയ്ക്കും പോലെ ചതച്ചിട്ടുണ്ട്. ജയിലിൽ കിടന്ന് നെകളിച്ചാൽ ഇതായിരിക്കും അവസ്ഥ. നിങ്ങൾ അമ്മയെ കാണുമ്പോ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക. ശരി മാഡം, അത് ഞാൻ നോക്കിക്കോളാം. സാറേ, ആ ID കാർഡ് വാങ്ങി വെച്ചിട്ട് കയറ്റി വിട്ടോളൂ. ആ ശരി. ID കാർഡ് കയ്യിലുണ്ടോ? അതെ, മോൻ വന്നിട്ടുണ്ട് കാണാൻ. മിണ്ടാതെ കിടന്നോണം. തന്നെന്തിരിവ് കാണിച്ച് എന്താ ഉണ്ടാവാന്ന് അറിയാലോ. വരാൻ പറ. അങ്ങോട്ട് കയറിക്കൂ.